സാർവത്രിക സഭ എന്നും വളരെയേറെ പ്രാധാന്യത്തോടെ വണങ്ങുന്ന വിശുദ്ധനാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. ദൈവപിതാവ് തൻ്റെ പുത്രന് ഈ ലോകത്തിൽ വളർത്തുപിതാവും സംരക്ഷകനുമാകാൻ തിരഞ്ഞെടുത്ത വ്യക്തി എന്ന നിലയിൽ രക്ഷാകര ചരിത്രത്തിൽ പരിശുദ്ധ മറിയത്തോടൊപ്പം പ്രാധാന്യമർഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ വിശുദ്ധൻ. സുവിശേഷങ്ങൾ യേശുവിൻ്റെ വളർത്തുപിതാവെന്ന് വാഴ്ത്തുന്ന യൗസേപ്പ് പിതാവിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ വിവരണങ്ങളും വിശദാംശങ്ങളും നമുക്ക് ലഭിക്കുന്നത് അപ്രമാണികവും പാരമ്പര്യവുമായ ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. ഇപ്രകാരം AD 1-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിനു ശേഷം രചിക്കപ്പെട്ട ചില അപ്രമാണിക ഗ്രന്ഥങ്ങളും അക്കാലത്ത് ജീവിച്ചിരുന്ന ചരിത്രകാരന്മാരുമാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി നമ്മോട് പങ്കുവയ്ക്കുന്നത്. AD 1-ാം നൂറ്റാണ്ടിൻ്റെ പകുതിക്ക് ശേഷം ജീവിച്ചിരുന്ന ഒരു ചരിത്രകാരനായിരുന്നു സിക്സ്റ്റസ് ആഫ്രിക്കാനൂസ്. അദ്ദേഹമാണ് ജോസഫിൻ്റെ ജനിതക വേരുകളിലേക്ക് തൃപ്തികരമായ ചില ഉത്തരങ്ങൾ നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ വിവരണമനുസരിച്ച് മാത്താൻ എന്നാണ് ജോസഫിൻ്റെ പിതാമഹൻ്റെ പേര്. ഈ മാത്താന് 2 മക്കളാണ് ഉണ്ടായിരുന്നത്, യാക്കോബും ഹേലിയും. ഇനി നമ്മൾ സുവിശേഷ വിവരണങ്ങളിലേക്ക് വരുമ്പോൾ മത്തായി സുവിശേഷകൻ ജോസഫിൻ്റെ പിതൃസ്ഥാനത്ത് നൽകിയിരിക്കുന്നത് യാക്കോബ് എന്ന പേരാണ്. എന്നാൽ ലൂക്കായുടെ സുവിശേഷത്തിലെ വംശാവലിയിൽ ജോസഫിൻ്റെ പിതാവായി നൽകിയിരിക്കുന്ന പേര് ഹേലിയുടേതാണ്. സിക്സ്റ്റസ് ആഫ്രിക്കാനൂസിൻ്റെ വിവരണത്തിൽ നിന്നാണ് ഈ വിവരണങ്ങളിലെ സുവിശേഷകന്മാരുടെ വിവരണങ്ങളിലെ വൈരുദ്ധ്യത്തെ നമുക്ക് തൃപ്തികരമായി മനസ്സിലാക്കാൻ പറ്റുന്നത്. മാത്താന്റെ 2 സന്താനങ്ങളായ യാക്കോബും ഹേലിയും, ഇതിൽ യാക്കോബ് വിവാഹം കഴിക്കുകയും എന്നാൽ സന്താനരഹിതനായി മരണമടയുകയും ചെയ്തു. നിയമാവർത്തന ഗ്രന്ഥം 25-ാം അധ്യായത്തിൽ മോശ അനുശാസിക്കുന്ന ലെവറൈറ്റ് മാരേജ് നിയമപ്രകാരം ഒരു സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അയാളുടെ സഹോദരൻ സഹോദര ഭാര്യയെ സ്വീകരിക്കുകയും തൻ്റെ മരണമടഞ്ഞ സഹോദരൻ്റെ പേര് അനശ്വരമാക്കുന്നതിനു വേണ്ടി അയാൾക്ക് വേണ്ടി അവളിൽ സന്താനങ്ങളെ ജനിപ്പിക്കണമെന്നുമുള്ള നിയമമാണ് ലെവറൈറ്റ് മാരേജ് എന്ന നിയമാവർത്തന ഗ്രന്ഥത്തിലെ നിയമം. ഇതനുസരിച്ച് യാക്കോബിൻ്റെ വിധവയെ ഹേലി വിവാഹം കഴിക്കുകയും ആ ബന്ധത്തിൽ അവർക്ക് 3 പുത്രന്മാർ ജനിക്കുകയും ചെയ്തു. ജോസഫ്, ക്ലോപ്പാസ്, അൽപ്പയൂസ് എന്നിവരായിരുന്നു ആ 3 പേർ. സമാന്തര സുവിശേഷകന്മാർ മത്തായിയും മർക്കോസുമൊക്കെ യേശുവിൻ്റെ സഹോദരന്മാരെന്ന് അവർ വിശേഷിപ്പിക്കുന്ന യാക്കോബ്, യോസെ, യൂദാ, ശിമയോൻ ഇവരെക്കുറിച്ച് സിക്സ്റ്റസ് ആഫ്രിക്കാനൂസ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നത് യേശുവിൻ്റെ വളർത്തുപിതാവായ ജോസഫിൻ്റെ സഹോദരന്മാരായ ക്ലോപ്പാസിൻ്റെയും അൽപ്പയൂസിൻ്റെയും മക്കളെന്നാണ്. ഇവരിലെ ക്ലോപ്പാസിനെ നമ്മൾ എമ്മാവൂസിലേക്കുള്ള ലൂക്കാ സുവിശേഷം 24-ാം അധ്യായത്തിലെ യാത്രയിലെ ഒരു ശിഷ്യനായിട്ട് കണ്ടെത്തുന്നുമുണ്ട്. അപ്പോൾ യഹൂദ ലെവറേറ്റ് മാരേജ് നിയമവും അറിയാമായിരുന്ന പലസ്തീനിയൻ യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സുവിശേഷം എഴുതിയ മത്തായി അദ്ദേഹത്തിൻ്റെ വംശാവലി വിവരണത്തിൽ യാക്കോബിൻ്റെ പേരാണ് ജോസഫിൻ്റെ പിതൃസ്ഥാനത്ത് നൽകിക്കൊണ്ട് നൈയാമികമായ പിതൃത്വത്തെ അവതരിപ്പിക്കുന്നു. എന്നാൽ ലൂക്കാ സുവിശേഷം എഴുതുന്നത് യഹൂദ പാരമ്പര്യമോ രീതികളോ തീരെ അറിയത്തില്ലാത്ത വിജാതീയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ലൂക്ക ജോസഫിൻ്റെ ജൈവപരമായ പിതൃത്വത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ഹേലിയെ പിതൃസ്ഥാനത്ത് ഹേലിയുടെ പേര് നൽകുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സുവിശേഷകന്മാരുടെ വിവരണങ്ങളിൽ യാതൊരു വൈരുദ്ധ്യവുമില്ലെന്നും തങ്ങളുടേതായ ദൈവശാസ്ത്ര വീക്ഷണത്തിലൂടെ അവർ ഒരു ചരിത്രത്തെ നോക്കിക്കാണുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം. വിശുദ്ധ ഗ്രന്ഥവും പാരമ്പര്യങ്ങളും വിശുദ്ധ യൗസേപ്പ് പിതാവിനെ അവതരിപ്പിക്കുന്നത് ഒരു തച്ചനായിട്ടാണ്. ദൈവമാതാവാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട മറിയത്തിൻ്റെ ഭർത്താവാകാൻ ദൈവിക പദ്ധതിയിൽ പ്രകടമായ അടയാളങ്ങളിലൂടെ വെളിപ്പെടുത്തപ്പെട്ട വ്യക്തിയാണ് വിശുദ്ധ യൗസേപ്പ്. ലോകരക്ഷകനായ യേശുക്രിസ്തുവിനെ ദാവീദിന്റെ വംശാവലിയുമായി സ്വർഗം ബന്ധിപ്പിച്ചതും ഈ വിശുദ്ധനിലൂടെയാണ്. ഇപ്രകാരം രക്ഷാകര ചരിത്രത്തിൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്
വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റേത്. മറിയത്തിന്റെ ജീവിതവുമായി ജോസഫ് എങ്ങനെയാണ് ചേർന്നു വരുന്നത് എന്നുള്ളതിന് പ്രോട്ടോ എവങ്കേലിയം ഓഫ് ജെയിംസ് എന്ന് പറയുന്ന പുരാതന ഗ്രന്ഥം, അപ്രമാണിക ഗ്രന്ഥമാണ്. അത് നൽകുന്ന സൂചന അനുസരിച്ച് വൃദ്ധരായ യോവാക്കിം അന്ന ദമ്പതിമാർക്ക് അവരുടെ വാർദ്ധക്യത്തിൽ നീണ്ടകാലത്തെ പ്രാർത്ഥനയുടെ ഉത്തരമായിട്ട് സ്വർഗം കൊടുത്ത കുഞ്ഞായിരുന്നു മറിയം. തികഞ്ഞ വാർദ്ധക്യത്തിൽ സ്വർഗത്തിന്റെ സമ്മാനമായി കിട്ടിയ ഈ കുഞ്ഞിനെ ദൈവത്തിന് തന്നെ സമർപ്പിക്കുമെന്നാണ് തികഞ്ഞ ഭക്തരായ യോവാക്കിമും അന്നയും പ്രതിജ്ഞയെടുക്കും, നേർച്ച നേരുന്നത്. അങ്ങനെ മറിയത്തിന് 3 വയസ്സ് പ്രായമുള്ളപ്പോൾ അവളെ ദേവാലയത്തിൽ ദൈവത്തിന് സമർപ്പിച്ച് ഈ വൃദ്ധ ദമ്പതിമാർ. പിന്നീട് മറിയം വിവാഹപ്രായത്തോളം 13.5 വയസ്സോളം വളരുന്നത് ദേവാലയത്തിൽ വെച്ചാണ്. ഇക്കാലയളവിൽ യോവാക്കിമും അന്നയും മരണമടഞ്ഞതുകൊണ്ട് തന്നെ മറിയത്തിന്റെ വിവാഹ ചുമതല, നടത്തിപ്പിന്റെ ചുമതല പ്രധാന പുരോഹിതന്റെ കൈവശം വരികയും അദ്ദേഹം അന്ന് മറിയം യൂദാ ഗോത്രത്തിൽപ്പെട്ട സ്ത്രീ കന്യകയായിരുന്നതിനാൽ യൂദയാ ഗോത്രത്തിലെ ചെറുപ്പക്കാർക്കെല്ലാം കുറിയയക്കുകയും ഈ കന്യകയുടെ വിവാഹത്തിന് വേണ്ടി ദേവാലയത്തിൽ വരാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. ജീവിതത്തിൽ നിത്യവിരക്തിയും നൈഷ്ഠിക ബ്രഹ്മചര്യവും വ്രതമായി സ്വീകരിച്ചിരുന്ന ജോസഫും ഈ വിവരം അറിയുകയും പ്രധാന പുരോഹിതന്റെ കൽപ്പന തിരസ്കരിക്കാൻ കഴിയാത്തതിനാൽ അവിടെ എത്തിയ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ജെറൂസലേമിലെത്താൻ നിർബന്ധിക്കപ്പെടുകയും ചെയ്തുവെന്നാണ്. ദൈവഹിതം ദേവാലയത്തിൽ വളർന്ന മറിയമെന്ന പരിശുദ്ധയായ കന്യകയ്ക്ക് യഹോവ നിശ്ചയിച്ചിരിക്കുന്ന വരനാരാണെന്ന് വെളിപ്പെടുന്നതിന് വേണ്ടി പ്രധാന പുരോഹിതൻ ഈ വന്നെത്തിയ ചെറുപ്പക്കാരുടെ എല്ലാവരുടെയും കൈവശം ഓരോ ഉണങ്ങിയ ലില്ലിത്തണ്ട് കൊടുത്തുവെന്നാണ് പാരമ്പര്യം ഈ ഗ്രന്ഥത്തിൽ പറയുന്നത്. പുരോഹിതന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം അടയാളം ഇതായിരുന്നു: ആരുടെ കയ്യിലെ ലില്ലിത്തണ്ടാണോ പുഷ്പിക്കുന്നത് അയാളാണ് മറിയത്തിന്റെ ഭർത്താവായ യഹോവ നിശ്ചയിച്ചിരിക്കുന്നയാൾ. അഹ്റോന്റെ തളിർത്ത വടിയുടെയൊക്കെ പാരമ്പര്യം യഹൂദ സമൂഹത്തിലുണ്ടല്ലോ. അങ്ങനെ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രധാന പുരോഹിതൻ നോക്കുമ്പോൾ ജോസഫിന്റെ വടിയാണ് അക്കൂട്ടത്തിലെ ചെറുപ്പക്കാരിൽ തളിർത്തതായിട്ട്, അത് പുഷ്പിച്ച് ലില്ലി പുഷ്പങ്ങൾ വിടർന്നു നിൽക്കുന്നതായിട്ട് കാണപ്പെടുന്നത്. അങ്ങനെ മറിയത്തിന്റെ ഭർത്താവായി യഹോവ നിശ്ചയിച്ചിരിക്കുന്നത് ജോസഫിനെയാണെന്ന് തിരിച്ചറിഞ്ഞ് മറിയത്തിന്റെയും ജോസഫിന്റെയും വിവാഹ നിശ്ചയം നടത്തുന്നതായിട്ടാണ്. യഹൂദ പാരമ്പര്യത്തിൽ വിവാഹ നിശ്ചയവും വിവാഹവും 2 വ്യത്യസ്ത ആഘോഷങ്ങളാണ്. വിവാഹ നിശ്ചയം എറൂസിൻ എന്ന ഹെബ്രായ പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിലൂടെ ദമ്പതിമാർ ഭാര്യാഭർത്താക്കന്മാരെ പോലെ തന്നെ തുല്യമായ നൈയാമിക പരിരക്ഷ കിട്ടുന്ന ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നു. പക്ഷെ അവർ സഹവസിക്കുന്നില്ല. സഹവാസവും ഭാര്യാഭർത്തൃ ബന്ധവും ആരംഭിക്കുന്നത് നെസ്വീൻ എന്ന 2ാമത്തെ ഔദ്യോഗിക ചടങ്ങിന് ശേഷമാണ്. ഇവിടെയാണ് ജോസഫിന്റെ ആത്മസംഘർഷത്തെ നമ്മൾ വായിച്ചെടുക്കേണ്ടത്. എറൂസിൻ എന്ന ചടങ്ങ്, വിവാഹ നിശ്ചയ ചടങ്ങിന് ശേഷം സഹവസിക്കാൻ വധുവരന്മാർക്ക് അവകാശമില്ല. അവർ പരസ്പരം ആത്മീയമായി ഭാര്യാഭർത്താക്കന്മാരാണ്, നൈയാമികമായി ഭാര്യാഭർത്താക്കന്മാരാണെങ്കിലും ശാരീരിക ഐക്യം അവിടെ ഉദ്ദേശിക്കുന്നില്ലാത്ത ഒരു കാലയളവായതുകൊണ്ട് ഈ കാലയളവിൽ മറിയം ഗർഭിണിയായി കാണപ്പെടുന്നത് 2 പ്രതിസന്ധികളാണ് സൃഷ്ടിക്കുന്നത്. ഒന്നുകിൽ വിവാഹ നിശ്ചയം നടത്തിയിരിക്കുന്ന മറിയം വിവാഹ ഉടമ്പടിയോട് അവിശ്വസ്തത കാണിച്ചു വ്യഭിചാരിണിയായി മാറി. അതല്ലെങ്കിൽ നെസ്സുയൻ എന്ന വിവാഹ ചടങ്ങ് വരെ വിരക്തിയുടെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ജോസഫ് തികഞ്ഞ ആത്മനിയന്ത്രണമില്ലാതെ തൻ്റെ കന്യകയെ വിവാഹത്തിന് മുമ്പേ മലിനനാക്കിയ ആത്മനിയന്ത്രണമില്ലാത്തതും വികാരപരവശനുമായൊരു മനുഷ്യനായിട്ട് ചിത്രീകരിക്കപ്പെടുന്നു. ഈ 2 അപകടങ്ങളുടെ ആത്മസംഘർഷത്തിലായിരുന്നു ജോസഫ് കടന്നുപോയത്. ഇനി ജോസഫ് എങ്ങനെയാണ്, യേശുവിൻ്റെ ജീവിതത്തിൽ ജോസഫിൻ്റെ സ്ഥാനം എന്താണ്? ദൈവം നാഥാൻ പ്രവാചകനിലൂടെയാണ് ദാവീദിനോട് നിന്റെ സന്തതിക്ക് അനശ്വരമായ സിംഹാസനവും അധികാരത്തിൻ്റെ മാറിപ്പോകാത്ത ചെങ്കോലും വാഗ്ദാനം ചെയ്യുന്നത്. അപ്പോൾ മുതൽ ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്നും വംശാവലിയിൽ നിന്നും ഒരു രക്ഷകന്റെ മിശിഹായുടെ പിറവി യഹൂദ ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ പ്രതീക്ഷയാണ് എമാനുവേൽ പ്രവചനത്തിലൂടെയും മറ്റും യേശയ്യാ പ്രവാചകനൊക്കെ ഊട്ടിയുറപ്പിക്കുന്നത്. അപ്പം തലമുറകൾ പ്രതീക്ഷിക്കുകയാണ് ദാവീദിന്റെ വംശാവലത്തിൽ നിന്ന്
അധികാരത്തിൻ്റെ ചെങ്കോൽ നീങ്ങിപ്പോകാത്ത വിധം നിത്യനായ അധികാരത്തിൻ്റെ അവകാശി വരുന്നുണ്ട്. അപ്പോൾ മിശിഹ പ്രതീക്ഷകളെല്ലാം ദാവീദ് ഭവനത്തോട് ചേർത്താണ്. ഈ മിശിഹ പ്രതീക്ഷകൾ നസറായനായ യേശുവിൽ നിറവേറുമ്പോൾ അവൻ ദാവീദിൻ്റെ പുത്രനായിട്ട് മാറണം. ദാവീദിൻ്റെ പുത്രനായിട്ട് യേശു എങ്ങനെയാണ് മാറുന്നത്? അവൻ അത്യുന്നതന്റെ പുത്രനാണ്. ദാവീദ് ഭവനവുമായിട്ട് ദൈവത്തിൻ്റെ മകനായ യേശുവിനെ എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത്? പ്രവചനങ്ങളുടെ പൂർത്തീകരണം സംഭവിക്കാൻ ദാവീദിന്റെ വംശവുമായിട്ട് ദൈവത്തിൻ്റെ പുത്രനെ ബന്ധിപ്പിക്കുന്ന നിർണായക കണ്ണിയാണ് ദാവീദ് ഭവനത്തിൽ നിന്നുള്ള ജോസഫ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അയാളുടെ സ്ഥാനം എന്താണ്? ദൈവിക വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണത്തിന് സഹായിക്കുന്ന നിർണായകമായ ഒരു കണ്ണിയായിട്ടാണ് പുതിയ നിയമത്തിൽ ജോസഫ് നിൽക്കുന്നത്. ദൈവത്തിൻ്റെ പുത്രന് ദാവീദിന്റെ വംശാവലിയിലേക്ക്, ജൈവ വേരുകളിലേക്ക് ചേർത്തു നിർത്തുന്നതും ഉടമ്പടിയുടെയും വാഗ്ദാനത്തിന്റെയും പൂർത്തീകരണമായിട്ട് അവനിൽ അത് നിറവേറ്റുകയും ചെയ്യുന്നത് ജോസഫ് എന്ന് പറയുന്ന മധ്യവർത്തിയിലൂടെയാണ്. ദൈവപുത്രനെ ദാവീദിന്റെ ജൈവ വേരുകളിലേക്ക് ചേർത്ത് നിർത്തിയത് ജോസഫ് എന്ന് പറയുന്ന മനുഷ്യനാണ്. അപ്പോൾ വെറും ഒരു വളർത്തുപിതാവ് എന്നുള്ളതായിരുന്നില്ല രക്ഷാകര ചരിത്രത്തിൽ ജോസഫിന് ദൈവം നിശ്ചയിച്ചിരുന്ന സ്ഥാനം. മറിയത്തിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും സംരക്ഷകനെന്ന് മാത്രമായിരുന്നില്ല ജോസഫിന് രക്ഷാകര ചരിത്രത്തിലെ സ്ഥാനം. അയാൾ ദൈവിക വാഗ്ദാനങ്ങൾ നിവർത്തിയാകേണ്ടതിൻ്റെ അതിനിർണായകമായ ഒരു കണ്ണിയായിരുന്നു. ദൈവപുത്രനെ ദാവീദിന്റെ ജൈവ വംശവലിയിലേക്ക് ചേർത്ത് നിർത്തുന്ന നിർണായക വ്യക്തിത്വമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള ഭക്തി സഭയുടെ ചരിത്രത്തോളം തന്നെ പ്രാധാന്യമുള്ളതും ദീർഘവുമാണ്. സഭയുടെ വളർച്ചയോടൊപ്പം യൗസേപ്പ് പിതാവിനോടുള്ള ഭക്തിയും ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നു. യൗസേപ്പ് പിതാവിനോടുള്ള ഭക്തി ആദ്യമായി ആരംഭിച്ചത് ഈജിപ്തിലാണ് എന്നാണ് പാരമ്പര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. തുടർന്ന് വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള പ്രാർത്ഥനകൾ നൊവേന, ലുത്നിയ, വെന്തിങ്ങ തുടങ്ങി പല ഭക്ത്യാഭ്യാസങ്ങളും സഭയിൽ വളർന്നു വന്നു. ജോസഫിനോടുള്ള ഭക്തി നമ്മൾ ഏറ്റവും ആദ്യമായി സഭാപിതാക്കന്മാരുടെ രചനകളിൽ കാണുന്നത് 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാപണ്ഡിതനും ബൈബിൾ വിവർത്തകനുമായിരുന്ന വിശുദ്ധ ജെറോമിൻ്റെ രചനകളിലാണ്. കോന്ത്രോ ഹെൽവേദിയൂസ് എന്ന് പറയുന്ന ജെറോമിൻ്റെ രചനകളിൽ ജോസഫിൻ്റെ നിത്യ ബ്രഹ്മചര്യത്തെയും മാധ്യസ്ഥ ശക്തിയെയും സഭാപിതാവ് പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും സംരക്ഷകനെന്നാണ് വിശുദ്ധ ജെറോം അദ്ദേഹത്തിൻ്റെ രചനകളിൽ ജോസഫിനെ വിശേഷിപ്പിക്കുന്നത്. പിന്നീട് മധ്യശതകങ്ങളിൽ വിശുദ്ധ തോമസ് അക്വീനാസിൻ്റെ, തിരുസഭ കണ്ട ഏറ്റവും മഹാനായ ദൈവശാസ്ത്രജ്ഞനായ തോമസ് അക്വീനാസിൻ്റെ വിഖ്യാത ദൈവശാസ്ത്ര രചനയായ സുമ്മ തിയോളോജിയെ എന്ന ഗ്രന്ഥത്തിൽ വിശുദ്ധ യൗസേപ്പിൻ്റെ മാധ്യസ്ഥത്തെക്കുറിച്ച് വിശുദ്ധൻ വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. കർത്താവിൻ്റെ രക്ഷകർത്താവ്, യേശുവിൻ്റെ വളർത്തുപിതാവ് എന്നൊക്കെയാണ് തോമസ് അക്വീനാസ് വിശുദ്ധ യോസഫിനെ വിശേഷിപ്പിക്കുന്നത്. പിന്നീട് വിശുദ്ധ യൗസേപ്പിൻ്റെ മരണത്തിരുന്നാൾ മാർച്ച് 19-ാം തീയതി സാർവത്രിക സഭയിൽ ആരംഭിച്ചു തുടങ്ങുന്നത് 13-ാം നൂറ്റാണ്ടിലാണ്. സെർവൈറ്റ്സ് എന്ന് പറയുന്ന സന്യാസ സമൂഹമാണ് 13-ാം നൂറ്റാണ്ടിൽ ആദ്യമായി ജോസഫിൻ്റെ മരണത്തിരുന്നാൾ ആചരിച്ചു തുടങ്ങുന്നത്. പിന്നീട് 14-ാം നൂറ്റാണ്ടിൽ സിക്സ്റ്റസ് 4-ാമൻ മാർപ്പാപ്പ റോമിൽ ഈ തിരുനാൾ ആചരിക്കുകയും സിക്സ്റ്റസ് 5-ാമൻ മാർപ്പാപ്പ ഇത് സാർവത്രിക സഭയിലെ പ്രധാനപ്പെട്ട ഒരു തിരുനാളായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. 1870-ലാണ് 9-ാം പിയൂസ് മാർപ്പാപ്പ ക്വേമാതുമോതും ദേവൂസ് എന്ന് പറയുന്ന തിരുവെഴുത്തിലൂടെ തിരുസഭയുടെ സംരക്ഷകനായിട്ട് വിശുദ്ധ യൗസേപ്പിനെ പ്രഖ്യാപിക്കുന്നത്. ഈ ഒരു തിരുവെഴുത്തിൻ്റെയും പ്രഖ്യാപനത്തിൻ്റെയും 150-ാം വാർഷികത്തിലാണ് ഫ്രാൻസിസ് പാപ്പ ജോസഫ് ഇയർ പ്രഖ്യാപിക്കുന്നതും പാത്രിസ് കോർദെ എന്ന തിരുവെഴുത്ത് പുറപ്പെടുവിക്കുന്നതും എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. പിന്നീട് ലയോ 13-ാമൻ മാർപ്പാപ്പ ക്വാം ക്വാം പ്ലൂരാലിഷ് എന്ന തിരുവെഴുത്തിലൂടെ ജോസഫിൻ്റെ മാധ്യസ്ഥ ശക്തിയെയും തിരുസഭയുടെ സംരക്ഷകൻ എന്ന സ്ഥാനത്തെയും ഒരിക്കൽ കൂടി എടുത്തു പറയുന്നുണ്ട്. 1955-ലാണ് 11-ാം പിയൂസ് മാർപ്പാപ്പ മെയ് 1-ാം തീയതി തൊഴിലാളി ദിനവും
തൊഴിലാളി മധ്യസ്ഥനായ ജോസഫിൻ്റെ തിരുനാളായിട്ടും പ്രഖ്യാപിച്ചുകൊണ്ട് അധ്വാനിക്കുന്ന സകല ജനതകളുടെയും മാതൃകയും മധ്യസ്ഥനുമായിട്ട് നസ്രത്തിലെ ആശാരിയായ തച്ചനായ ജോസഫിൻ്റെ വിശുദ്ധ ജീവിതത്തെ ഉയർത്തി കാണിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. ആധുനിക കാലത്ത് സഭയുടെ വസന്തം എന്ന് വിശേഷിപ്പിക്കാവുന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ആരംഭത്തിൽ ജോൺ 23 മാർപ്പാപ്പ വിശുദ്ധ യൗസേപ്പിൻ്റെ മാധ്യസ്ഥം കൂടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൗൺസിൽ ആരംഭിക്കുന്നത് തന്നെ. പിന്നീട് ജോസഫ് ഭക്തിയുടെ ചരിത്രത്തിൽ നിർണായകമായ ഒരു രചന വരുന്നത് വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പയുടേതാണ്. രക്ഷകന്റെ പാലകൻ റെദന്തോറിസ് കുസ്തോസ് എന്ന തിരുവഴുത്തിലൂടെ ഒരിക്കൽ കൂടി സാർവത്രിക സഭയുടെ സംരക്ഷകനായിട്ട് വിശുദ്ധ യൗസേപ്പിൻ്റെ സ്ഥാനത്തെ ജോൺ പോൾ 2 മാർപ്പാപ്പയും ഉയർത്തി കാണിക്കുന്നുണ്ട്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയാണ് വിശുദ്ധ കുർബാനയിൽ കന്യകാമറിയത്തിൻ്റെ പേര് പോലെ തന്നെ മാറിയൗസേപ്പ് പിതാവിൻ്റെ പേരും അനുസ്മരിക്കണം എന്നുള്ള വളരെ കൃത്യമായ നിർദ്ദേശം സാർവത്രിക സഭയിൽ എല്ലായിടത്തും നടപ്പിലാക്കുന്നത്. ഫ്രാൻസിസ് പാപ്പായും സവിശേഷമായി വിശുദ്ധ യൗസേപ്പിനോട് ഒരു ഭക്തി പുലർത്തിയിരുന്നു. ഉറങ്ങുന്ന യൗസേപ്പിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഭക്തി 2015 അദ്ദേഹം പരസ്യമായി ഫിലിപ്പൈൻസിൽ വെച്ച് പ്രഖ്യാപിച്ചതുമാണ്. അപ്പോൾ സാർവത്രിക സഭയിൽ ജോസഫിനോടുള്ള ഭക്തി വളർന്നു വരുന്നത് ഏകദേശം ഒരു 3-ാം നൂറ്റാണ്ട് മുതൽ ഈ കാലം വരെ നിരവധി വിശുദ്ധരുടെ ജീവിതത്തിലൂടെ, സഭാപിതാക്കന്മാരിലൂടെ, പരിശുദ്ധ മാർപ്പാപ്പമാരുടെ രചനകളിലൂടെയാണ് ജോസഫ് ഭക്തി സഭയിൽ വളർന്നതും പടർന്ന് പന്തലിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ യൗസേപ്പ് പിതാവിന്റെ പേര് പരാമർശിക്കുന്നത് വിശുദ്ധ മത്തായിയുടെയും ലൂക്കായുടെയും സുവിശേഷങ്ങളിലാണ്. 16 തവണയാണ് ജോസഫിന്റെ പേര് ഈ 2 സുവിശേഷങ്ങളിലുമായി പരാമർശിക്കുന്നത്. വളർത്തുക എന്നർത്ഥമുള്ള യാസ എന്ന ഹെബ്രായ ക്രിയാപദത്തിൽ നിന്നാണ് വളർത്തുന്നവൻ എന്ന് അർത്ഥമുള്ള യോസെഫ് എന്ന നാമം ഉത്ഭവിച്ചത്. നീതിമാൻ എന്ന് സുവിശേഷങ്ങൾ വിശേഷിപ്പിച്ച വിശുദ്ധ യൗസേപ്പ് പിതാവിനെ നിരവധി വിശേഷണങ്ങൾ നൽകി തിരുസഭ അംഗീകരിച്ചു വരുന്നു. യൗസേപ്പ് പിതാവിന്റെ മധ്യസ്ഥ ശക്തിയും സംരക്ഷണവും വ്യത്യസ്തങ്ങളായ ഈ വിശേഷണങ്ങൾ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങാൻ കാരണമായി. തിരുസഭ ജോസഫിന് നൽകിയിരിക്കുന്ന അഭിദാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ ഒരു വിചിന്തനത്തിൽ വിശുദ്ധ യൗസേപ്പിലേക്കുള്ള ഈ ഒരു യാത്രയിൽ വളരെ ഉചിതമാകുമെന്ന് ചിന്തിക്കുകയാണ്. പ്രധാനപ്പെട്ട 5 വിശേഷണങ്ങൾ തിരുസഭയിൽ ജോസഫിന് നമ്മൾ കണ്ടെത്തും. അതിലേറ്റവും പുരാതനമായിട്ടുള്ളത് 8-ാം നൂറ്റാണ്ട് മുതൽ ജോസഫിന് നൽകിയിരുന്ന യേശുവിൻ്റെ വളർത്തുപിതാവ് അഥവാ രക്ഷകന്റെ പാലകൻ എന്നുള്ള ഒരു വിശേഷണമാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ പാലകൻ എന്നും തിരുസഭ ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ ജോസഫിനെ വിശേഷിപ്പിച്ചിരുന്നു. അപകടകരമായ സാഹചര്യങ്ങളിൽ ഹെറോദിൻ്റെ ഭീഷണികളെ, ഈജിപ്തിലേക്കുള്ള പലായനത്തിൽ, ഈജിപ്തിലെ പ്രവാസ ജീവിതത്തിലും തുടർന്ന് വന്ന് പരദേശിയായി നസ്രത്തിൽ ആരംഭിക്കുന്ന തിരുക്കുടുംബത്തിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യഘട്ടങ്ങളിലുമെല്ലാം അരക്ഷിതാവസ്ഥകളിൽ, തികഞ്ഞ അനിശ്ചിതത്വങ്ങളുടെ നടുവിൽ ജോസഫ് പൊതിഞ്ഞു പിടിച്ചത് യേശുവിനെയും മറിയത്തെയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ സംരക്ഷകൻ, യേശുവിൻ്റെ വളർത്തുപിതാവ്, രക്ഷകന്റെ പാലകൻ എന്ന പേര് അന്യഥ ജോസഫിൻ്റെ വ്യക്തിത്വവുമായി ചേർന്നു പോകുന്നതാണ്. രണ്ടാമത്, വിശുദ്ധ യൗസേപ്പിന് തിരുസഭ നൽകുന്ന വിശേഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുസഭയുടെ സംരക്ഷകൻ എന്നുള്ളതാണ്. ഈ ഒരു വിശേഷണം ജോസഫിന് ലഭിക്കുന്നത് 9-ാം പിയൂസ് മാർപ്പാപ്പ 1870 ക്വയമാതു മോതും ദേവൂസ് എന്ന തിരുവഴുത്തിലൂടെ സാർവത്രിക സഭയുടെ സംരക്ഷകനായി ജോസഫിനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിലൂടെയാണ്. ആദിമസഭയുടെ കാലഘട്ടം മുതൽ ജോസഫിനെ തിരുസഭയുടെ സംരക്ഷകനായി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും വളരെ സവിശേഷമായി അത് ആഘോഷമായി പ്രഖ്യാപനം നടത്തുന്നത് 9-ാം പിയൂസ് മാർപ്പാപ്പയാണ്. വളരെ പ്രസക്തമാണ് തിരുസഭയുടെ സംരക്ഷകൻ എന്ന ജോസഫിൻ്റെ ഈ ഒരു അഭിദാനവും സ്ഥാനവും. ഉണ്ണിയേശുവിൻ്റെ ശരീരത്തെ ജോസഫ് എങ്ങനെ സംരക്ഷിച്ചോ അതുപോലെ തന്നെ ഇന്ന് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ സഭയെയും ജോസഫ് സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു അഭിദാനത്തിൻ്റെ അർത്ഥം. സ്വേച്ഛാധിപതിയായ ഹെറോദിൻ്റെ വാൾമുനകളിൽ നിന്ന്
യേശുവിനെ എങ്ങനെ ജോസഫ് കാത്തോ, അതുപോലെ ഈ കാലഘട്ടത്തിൽ പെരുകുന്ന നിരീശ്വരവാദത്തിൻ്റെയും ലൗകായിക ചിന്തകളുടെയും മത തീവ്രവാദങ്ങളുടെയും സഭയുടെ ശത്രുവിൻ്റെയും പൈശാചിക ആക്രമണങ്ങളുടെയും നടുവിൽ ജോസഫ് ക്രിസ്തുവിൻ്റെ ശരീരത്തെ, അവൻ്റെ സഭയെ കാത്തുപരിപാലിക്കുന്നുണ്ട് എന്നുള്ളതാണ് തിരുസഭയുടെ സംരക്ഷകൻ എന്ന അഭിധാനത്തിലൂടെ സഭ അർത്ഥമാക്കുന്നത്. ജോസഫിന് നൽകുന്ന മൂന്നാമത്തെ വിശേഷണം തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷകൻ എന്നാണ്. യഥാർത്ഥത്തിൽ ജോസഫ് കുടുംബങ്ങളുടെ പാലകനായിരുന്നു. തുടക്കത്തിലെ തന്നെ പാളിപ്പോകാവുന്ന, അഴിഞ്ഞു പോയേക്കാമായിരുന്ന, അപവാദങ്ങളുടെ ചുഴലിക്കാറ്റിൽപ്പെട്ട് തീർന്നു പോയേക്കാമെന്ന നസറത്തിലെ ഒരു കുടുംബത്തെ പിടിച്ചു നിർത്തിയത്, തിരുക്കുടുംബമാക്കി മാറ്റിയത് ജോസഫിൻ്റെ ദൈവഹിതത്തോടുള്ള വിധേയപ്പെടലാണ്. അയാളുടെ ആത്മസംഘർഷങ്ങളുടെ രാത്രിയിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ അയാൾക്ക് പറ്റിയതും അതനുസരിക്കാനുള്ള സന്നദ്ധതയുണ്ടായിരുന്നതും വഴിയാണ് നസറത്തിലെ ആ കുടുംബം, അപവാദങ്ങളിൽ തീർന്നു പോയേക്കാവുന്ന കുടുംബം, തിരുക്കുടുംബമായി സകല കാലഘട്ടങ്ങളിലെയും മനുഷ്യകുലത്തിനുള്ള മാതൃകയായിട്ട് മാറിയത്. അതുകൊണ്ട് തന്നെ സാർവത്രിക സഭ ആദിമ നൂറ്റാണ്ട് മുതൽ ജോസഫിനെ കുടുംബങ്ങളുടെ പാലകനായിട്ട് അംഗീകരിക്കുകയും ആദരിക്കുകയും ക്രൈസ്തവ കുടുംബങ്ങളെ ജോസഫിൻ്റെ പരിപാലനയ്ക്കും സൂക്ഷത്തിനും സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇക്കാലഘട്ടങ്ങളിലും നമ്മുടെ കുടുംബങ്ങൾ പെരുകുന്ന വിവാഹമോചനങ്ങളുടെ, പൊരുത്തക്കേടുകളുടെ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ജോസഫിൻ്റെ മാധ്യസ്ഥം എങ്ങനെ തിരുക്കുടുംബത്തെ കാത്തോ, അതുപോലെ നമ്മുടെ കുടുംബങ്ങളെയും ജോസഫിന് കാത്തുസൂക്ഷിക്കാൻ കഴിയുമെന്നുള്ള വലിയ വിശ്വാസത്തോടെ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം തേടാൻ നമുക്ക് സഹായകരമാണ് കുടുംബങ്ങളുടെ തിരുക്കുടുംബത്തിൻ്റെ പാലകൻ എന്ന വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ അഭിധാനം. വിശുദ്ധ യൗസേപ്പ് പിതാവിനെ കുറിച്ചുള്ള നാലാമതൊരു വിശേഷണം അദ്ദേഹം നൽമരണത്തിൻ്റെ മധ്യസ്ഥനാണെന്നുള്ളതാണ്. ക്രൈസ്തവ പാരമ്പര്യമനുസരിച്ച് ജോസഫ് നൽമരണത്തിൻ്റെ മധ്യസ്ഥനാകുന്നത് ഒരു വലിയ പാരമ്പര്യ വിശ്വാസമനുസരിച്ചാണ്. മറിയത്തിൻ്റെയും യേശുവിൻ്റെയും പരിചരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവരുടെ കരവലയത്തോട് ചേർന്ന് അന്ത്യശ്വാസം വലിക്കാനും മാത്രം ഭാഗ്യമുള്ളയാളായിരുന്നു ജോസഫ് എന്നുള്ള പാരമ്പര്യത്തോട് ചേർത്താണത്. അപ്രമാണിക ഗ്രന്ഥങ്ങൾ മാത്രമല്ല, കത്തോലിക്ക സഭയിലെ വലിയ വിഷണറി എന്ന ആധുനിക കാലത്ത് അറിയപ്പെടുന്ന മരിയ വാൾത്തോർത്തയുടെയൊക്കെ രചനകളിലെല്ലാം ജോസഫ് മറിയത്തിൻ്റെ ആശ്ലേഷത്തിൽ, യേശുവിൻ്റെ സാമീപ്യത്തിൽ അവിടുത്തെ പരിചരണങ്ങൾ ഏറ്റുവാങ്ങി അന്ത്യശ്വാസം വലിക്കുന്നതായിട്ട് ഈ ലോകത്തിലേക്കും വച്ചൊരു മനുഷ്യന് കടന്നു പോകാവുന്ന ഏറ്റവും ഭാഗ്യം നിറഞ്ഞ, കൃപ നിറഞ്ഞ ഒരു മരണത്തെ സ്വീകരിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവപുത്രൻ്റെയും ദൈവജനനയുടെയും പരിചരണങ്ങൾ ഏറ്റുവാങ്ങി ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോകാവുന്നത്ര കൃപ നിറഞ്ഞ ഒരു മരണം പുലുകിയ ഒരാൾക്കല്ലാതെ മറ്റാർക്കാണ് നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനാകാൻ പറ്റുന്നത്? അതുകൊണ്ട് തന്നെ നിത്യതയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ മരണമെന്ന സ്വാഭാവിക ലക്ഷ്യത്തെ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം കൃപയോടെ മരണമെന്ന സ്വാഭാവിക ലക്ഷ്യത്തെ സ്വീകരിക്കുന്നതിന് ഓരോ വിശ്വാസിയും സഹായിക്കും എന്നതിൽ തർക്കമില്ല. വിശുദ്ധ യൗസേപ്പ് പിതാവിനെ കുറിച്ചുള്ള അഭിധാനങ്ങളിൽ ഏറ്റവും സവിശേഷമായതും അഞ്ചാമത്തേതുമായ വിശേഷണം തൊഴിലാളികളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ് എന്നുള്ളത്. 1955 11 പിയൂസ് മാർപ്പാപ്പ മെയ് 1 തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിൻ്റെ തിരുനാളായിട്ട് ആചരിച്ചു തുടങ്ങിയത്. തൊഴിലിൻ്റെ മഹത്വം ഈ ലോകത്തോട് വിളംബരം ചെയ്ത ഒരു ജീവിതമായിരുന്നു ജോസഫിൻ്റേത്. ബെത്ലഹേംകാരനായ ജോസഫ് നസറത്തിലേക്ക് പോവുകയും അവിടെയും ആശാരിപ്പണി ചെയ്ത് കുടുംബം പുലർത്തുകയും, അവിടെ മാത്രമല്ല ഈജിപ്തിലെ പലായനത്തിനിടയിലുമെല്ലാം അധ്വാനത്തിലൂടെ കുടുംബത്തെ പരിപാലിക്കുന്നതിൽ ജോസഫ് ബദ്ധശ്രദ്ധനായിരുന്നു. അതുകൊണ്ട് തന്നെ തൊഴിലിടങ്ങളിൽ വ്യാപരിക്കുന്നവർക്കെല്ലാം മാതൃകയായിരുന്നു നസറത്തിലെ തച്ചൻ്റെ വിശുദ്ധമായ ജീവിതം. സഭ തൊഴിലാളികളോടും അധ്വാനിക്കുന്ന മനുഷ്യരോടുമുള്ള സഭയുടെ ഐക്യദാർഢ്യത്തിൻ്റെ പ്രഖ്യാപനം കൂടിയാണ് ക്രിസ്തുവിൻ്റെ വളർത്തുപിതാവിനെ തന്നെ തൊഴിലാളികളുടെ മധ്യസ്ഥനായി ഉയർത്തിക്കാട്ടുന്നത്. അപ്പോൾ ജോസഫ് അധ്വാനത്തിൻ്റെ മഹത്വത്തിലേക്ക് തൻ്റെ വിശുദ്ധമായ ജീവിത മാതൃകയിലൂടെ നമ്മളെ ക്ഷണിക്കുകയാണ്.
കോവിഡ് മഹാമാരി നിശ്ചലമാക്കിയിരിക്കുന്ന ഈ ഒരു കാലത്ത് അനേകർ തൊഴിൽ രഹിതരായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ താഴ്ന്ന രീതിയിലുള്ള കായികാധ്വാനങ്ങളെയൊക്കെ വില കുറച്ചു കാണുന്ന ഒരു പ്രവണത ആധുനിക കാലത്ത് വളരുകയും ചെയ്യുന്നുണ്ട്. അധ്വാനത്തിൻ്റെ വലിയ മഹത്വം, അത് ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തിയിൽ, സൃഷ്ടികർമ്മത്തിൽ തങ്ങളുടേതായ ഭാഗധേയം സമർപ്പിക്കാനുള്ള ഒരു ദൈവവിളിയാണെന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തിരുസഭ വിശുദ്ധ യൗസേപ്പ് പിതാവിനെ തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ട് ഉയർത്തിക്കാട്ടുന്നത്. വിശുദ്ധ യൗസേപ്പ് പിതാവിന് തിരുസഭയിലുള്ള മറ്റൊരു മനോഹരമായ വിശേഷണം അദ്ദേഹം കന്യാവ്രതക്കാരുടെ കാവൽക്കാരനും പിതാവുമാണ് എന്നുള്ളതാണ്. ലൈംഗികതയെ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തെ വെറും ലൈംഗികതയോട് മാത്രം ബന്ധപ്പെടുത്തി മനസ്സിലാക്കുന്ന സംസ്കാരങ്ങൾക്കുള്ള തിരുത്തും മാതൃകയുമാണ് മാംസതിബന്ധമല്ലാത്ത ഒരു സ്നേഹത്തെക്കുറിച്ച് പറയുന്ന വിശുദ്ധ യൗസേപ്പിൻ്റെ ജീവിത മാതൃക എന്ന് പറയും. വിശുദ്ധ യൗസേപ്പിൻ്റെ വിരക്തമായ ജീവിതത്തെ പരിപാവനമായ സക്രാരിയുടെ മുൻപിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പുരോഹിതന്റെ അതേ മനോഭാവത്തോടെയാണ് മറിയത്തിൻ്റെ മുമ്പിൽ ജോസഫ് വ്യാപരിച്ചതെന്നാണ് സഭാപിതാക്കന്മാർ പറയുന്നത്. സിറോ മലബാർ സഭയുടെ യാമപ്രാർത്ഥനയിൽ യൗസേപ്പിന്റെ നിത്യവിരക്തമായ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പാടുന്നത്: പരിപാവനമാം വസ്തുക്കൾ നിറയും പെട്ടക സവിധത്തിൽ വിരവടു ശുശ്രൂഷകൾ ചെയ്യും ആചാര്യന് തുല്യം യൗസേപ്പ്. അപ്പോൾ വിശിഷ്ട വസ്തുക്കൾ സക്രാരിയുടെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പുരോഹിതന്റെ മനോഭാവത്തോടെയാണ്, നിത്യവിരക്തിയോടെ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമായ മിശിഹായെ സംഭവിച്ച മറിയത്തിന്റെ മുമ്പിൽ ജോസഫ് ശുശ്രൂഷ ചെയ്തത്. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും മാംസം ആത്മാവായി മാറുന്ന ഉദാത്ത സ്നേഹത്തിന് മാതൃകയാണ് നിത്യവിരക്തിയുള്ള ജോസഫിന്റെ ജീവിതം. ജോസഫിലേക്ക് നമ്മളൊരു തീർത്ഥാടനം നടത്തുകയായിരുന്നു. നിഴലുപോലെ ഉള്ള ആർദ്രസ്നേഹത്തിൻ്റെ ആൾരൂപമായ ഒരപ്പനിലേക്കാണ് നമ്മൾ യാത്ര നടത്തിയത്. ആ സുഹൃത ജീവിതത്തിൽ നിന്ന് 21 നൂറ്റാണ്ടിലെ സഭാതനയർക്ക് ഏറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇന്നും തുടരേണ്ട ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളെ, പദ്ധതികളെ വിധേയത്വം കൊണ്ടും ആത്മസമർപ്പണം കൊണ്ടും ചിലപ്പോൾ നിശബ്ദത കൊണ്ടും മറുചോദ്യങ്ങളില്ലാത്ത അനുസരണങ്ങൾ കൊണ്ടും എങ്ങനെ നടപ്പിലാക്കാൻ സഹകരിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഉദാത്തമായ മാതൃകയാണ് വിശുദ്ധ യൗസേപ്പിൻ്റെ ജീവിതം. ആ സുഹൃത ജീവിതത്തിൽ നിന്ന് പഠിക്കാനും ആ മാധ്യസ്ഥത്തിൻ്റെ തണലിൽ ഊഷരമായ കാലഘട്ടത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കാനുമുള്ള വലിയ പ്രചോദനം ഈ ആത്മീയ യാത്ര ഇത് കാണുന്ന ഓരോ പ്രേക്ഷകർക്കും നൽകട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ യൗസേപ്പിൻ്റെ പിതൃസ്നേഹത്തിൻ്റെ മാധ്യസ്ഥ തണലിൽ നമ്മളെ ചേർത്ത് വെച്ചുകൊണ്ട് നിർത്തുന്നു. ദാവീദിൻ വംശജനാ യൗസേപ്പ് പിതാവേ, കന്യാമറിയത്തിൻ വിരക്തനാകും യൗസേപ്പ് പിതാവേ, തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷക ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ.